ചിന്ത, മൈൻഡ്സെറ്റ്. നിങ്ങൾ പണം കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അത് വഴികൾ കണ്ടെത്തുന്നത്. എനിക്ക് പണമുണ്ടാകില്ല എന്ന ചിന്ത തടസ്സമാകുന്നു. എനിക്ക് പണമുണ്ടാകാൻ വഴികളുണ്ടാകും എന്നത് അവസരമുണ്ടാക്കുന്നു. ചിന്തയാണ് തുടക്കം. കഴിവ്. പണം നേരിട്ട് വരുന്നത് മൂല്യം നൽകുമ്പോഴാണ്. ഒരു ജോലി, ഒരു സർവീസ്, ഒരു ബിസിനസ്, ഒരു ഐഡിയ. നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? അതിൽ ആളുകൾക്കുപകാരമുണ്ടോ? പ്രവർത്തനം, ആക്ഷൻ. ചിന്തയും കഴിവും മതിയല്ല, ചെയ്യണം. പഠിക്കുക, ശ്രമിക്കുക, പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കുക. പണം നിശ്ചലതയിൽ വരില്ല, ചലനത്തിലാണ് വരുന്നത്. ബന്ധങ്ങൾ. പണം പലപ്പോഴും മനുഷ്യരിലൂടെ വരും. ശരിയായ ആളുകൾ, ശരിയായ അവസരങ്ങൾ, ശരിയായ സമയത്തുള്ള ബന്ധങ്ങൾ. ആളുകളോട് തുറന്ന മനസ്സോടെ ഇടപഴകുക. സഹനം, പേഷ്യൻസ്. പണം പലപ്പോഴും ഒരിക്കലും ഒരു നാളിൽ വരില്ല. സമയമെടുക്കും, വളർച്ചയുണ്ടാകും, സ്ഥിരത വേണം. ഇന്ന് വിതച്ചാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഫലം. ലളിതമായ സത്യം. ചിന്തിച്ചു, പ്രവർത്തിച്ചു, നമ്മളിലുള്ള കഴിവുപയോഗിച്ച് സമയമെടുത്തു പണമുണ്ടാക്കുക. പണം പ്രശ്നപരിഹാരത്തിന്റെ പ്രതിഫലമാണ്. നിങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നത്തിന്റെ മൂല്യം കൂടുന്തോറും പണവും കൂടും. സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. സമയം നഷ്ടപ്പെട്ടാൽ പണം തിരികെ വരാം, സമയം തിരികെ വരില്ല. കഴിവ് = വരുമാനം. കഴിവുയർന്നാൽ വരുമാനവും ഉയരും. പഠനം ഒരിക്കലും നിർത്തരുത്. പഠിക്കുന്നവർ പണത്തിന് പിന്നിൽ പോകുന്നില്ല, പണം അവരെ പിന്തുടരും. ചിന്തയാണ് ആദ്യം. എനിക്ക് കഴിയും എന്ന ചിന്തയില്ലാതെ പണമുണ്ടാകില്ല. പണം ജോലി ചെയ്യാൻ പഠിപ്പിക്കുക. നിങ്ങൾ പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യരുത്. ചെലവിനേക്കാൾ കുറച്ച് താഴെ ജീവിക്കുക. ലാഭം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വരുമാനത്തിന്റെ ഒരു ഭാഗം സേവ് ചെയ്യുക, ചെറുതായാലും സ്ഥിരമായി. സേവിംഗ് മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റും വേണം. പണം വളരാൻ അവസരം കൊടുക്കുക. കടം = ഭാവി വരുമാനത്തിന്റെ ചോർച്ച. ആവശ്യത്തിന് മാത്രം കടം. റിസ്ക് ഇല്ലെങ്കിൽ വളർച്ചയില്ല. കണക്ക് കൂട്ടിയ റിസ്ക് സ്വീകരിക്കുക. ഒറ്റ വരുമാനത്തിൽ ആശ്രയിക്കരുത്. ഒന്നിലധികം വരുമാനമാർഗങ്ങൾ കണ്ടെത്തുക. ചെറിയ തുടക്കം മതിയാകും. വലിയ വിജയങ്ങൾ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ്. സ്ഥിരതയാണ് രഹസ്യം. ഇടയ്ക്കിടെ നിർത്തുന്നത് പണം തടയും. നെറ്റ്വർക്കിംഗ് = അവസരങ്ങൾ. ആളുകളെ പരിചയപ്പെടുക. വിശ്വാസം പണത്തെ ആകർഷിക്കും. വിശ്വസിക്കപ്പെടുന്നവർക്ക് പണം ലഭിക്കും. മൂല്യം സൃഷ്ടിക്കുക, വില ചോദിക്കുക. വിലയില്ലാത്തതിന് പണം കിട്ടില്ല. ഡിസിപ്ലിൻ ധനത്തിന്റെ കാവൽക്കാരൻ. നിയന്ത്രണമില്ലെങ്കിൽ പണം പോകും. തീരുമാനം വൈകിപ്പിക്കുന്നത് നഷ്ടമാണ്. തീരുമാനമെടുക്കാൻ പഠിക്കുക. പരാജയം പഠനമാണ്. ഓരോ പരാജയവും വരുമാനപാഠമാണ്. ആഡംബരത്തിനു മുൻപ് ആസ്തി. ആസ്തി വാങ്ങുക, ബാധ്യതകൾ കുറയ്ക്കുക. പണം വികാരമല്ല, ഗണിതമാണ്. കണക്കോടെ കൈകാര്യം ചെയ്യുക. ഫ്രീ ആയതെല്ലാം നല്ലതല്ല. വില കൊടുത്ത പഠനം കൂടുതൽ മൂല്യമുള്ളതാണ്. സ്വയം അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾ വളരുമ്പോൾ വരുമാനവും വളരും. പണം ഒരു ഊർജ്ജമാണ്. നിങ്ങളതിനെ ബഹുമാനിച്ചാൽ അത് നിലനിൽക്കും. ചെലവ് ട്രാക്ക് ചെയ്യുക. അറിയാതെ പോകുന്ന പണം കണ്ടെത്താം. പണം ലക്ഷ്യത്തിനുള്ള ഉപകരണമാണ്. ലക്ഷ്യമില്ലെങ്കിൽ പണം നിൽക്കില്ല. ആദ്യ വരുമാനം ചെറുതായിരിക്കും. തുടർച്ചയോടെ അത് വലുതാകും. പണം വരുന്നത് വഴികളിലൂടെയാണ്. ഒരേയൊരു വഴി മാത്രമെന്ന് കരുതരുത്. മറ്റുള്ളവരുടെ പണം ഉപയോഗിക്കാൻ പഠിക്കുക. ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ്, പങ്കാളിത്തം. പണത്തെക്കുറിച്ച് സംസാരിക്കാൻ പഠിക്കുക. നാണം വേണ്ട. വിലപേശൽ ഒരു കഴിവാണ്. പഠിച്ചാൽ പണം മിച്ചമാകും. ഡിജിറ്റൽ അറിവ് = പുതിയ വരുമാനം. ഇന്റർനെറ്റ് അവസരങ്ങളാൽ നിറഞ്ഞതാണ്. പണം ക്ഷമയെ ഇഷ്ടപ്പെടുന്നു. പെട്ടെന്ന് സമ്പന്നനാകാനുള്ള മോഹം അപകടമാണ്. നല്ല ആരോഗ്യവും സമ്പത്താണ്. ആരോഗ്യമില്ലെങ്കിൽ വരുമാനം നിലയ്ക്കും. ലക്ഷ്യങ്ങൾ എഴുതുക. എഴുതാത്തത് സാധ്യമാകാൻ ബുദ്ധിമുട്ടാണ്. നല്ല ശീലങ്ങൾ സമ്പത്ത് സൃഷ്ടിക്കും. മോശം ശീലങ്ങൾ അത് നശിപ്പിക്കും. പണം നിയന്ത്രിക്കണം, അതിനടിമയാകരുത്. അവസരം വന്നാൽ തയ്യാറായിരിക്കണം. തയ്യാറെടുപ്പില്ലെങ്കിൽ അവസരം പോകും. വിജയികളെ അനുകരിക്കുക, പരാജയപ്പെട്ടവരെ അല്ല. പണം സ്ഥിരതയെ സ്നേഹിക്കുന്നു. ഇടയ്ക്കിടെ ചാടുന്നവർക്ക് പണം പിടിക്കില്ല. ഒരു കഴിവിൽ മാസ്റ്ററാവുക, എല്ലാം അല്പമറിയുന്നതിനു പകരം. സാമ്പത്തിക വിദ്യാഭ്യാസം അനിവാര്യമാണ്. സ്കൂൾ പഠിപ്പിക്കാത്തത് സ്വയം പഠിക്കുക. പണം നിങ്ങളുടെ സേവനത്തിന്റെ അളവാണ്. കൂടുതൽ പേർക്ക് സഹായം, കൂടുതൽ വരുമാനം. സ്വാർത്ഥത ദീർഘകാല സമ്പത്ത് തടയും. മൂല്യം സൃഷ്ടിക്കുന്നവർ സമ്പന്നരാകും.
പണം ഉപകാരത്തിന്റെ പ്രതിഫലമാണ്. പണം പഠിപ്പിക്കാൻ ആദ്യം തയ്യാറാവണം. പഠിക്കാൻ വിനയം വേണം. എല്ലാം അറിയാമെന്ന ചിന്ത പണമകറ്റും. പഠിക്കുന്നവർ മുന്നേറും. പഠനം നിർത്തിയാൽ വളർച്ച നിൽക്കും. പണം നിയന്ത്രണം ആവശ്യപ്പെടുന്നു. നിയന്ത്രണമില്ലാത്ത ചെലവ് ദാരിദ്ര്യം സൃഷ്ടിക്കും. ബജറ്റ് സമ്പത്തിന്റെ ഭൂപടമാണ്. ബജറ്റില്ലെങ്കിൽ പണം കാണാതാകും. പ്ലാൻ ചെയ്ത ചെലവ് സ്വാതന്ത്ര്യം നൽകും. പണം നിങ്ങളുടെ ശീലങ്ങളെ വെളിപ്പെടുത്തും. നല്ല ശീലങ്ങൾ സമ്പത്ത് വളർത്തും. മോശം ശീലങ്ങൾ സമ്പത്ത് ചോർക്കും. ശീലങ്ങൾ മാറ്റിയാൽ വരുമാനം മാറും. സ്വയം നിയന്ത്രണം ധനശക്തിയാണ്. പണം സമയം ചോദിക്കും. പെട്ടെന്ന് ഫലം പ്രതീക്ഷിക്കരുത്. സമയത്തോട് സൗഹൃദം സ്ഥാപിക്കുക. ക്ഷമയുള്ളവർ വിജയിക്കും. പണം സമയം കൊണ്ട് പാകപ്പെടും. പണം ഒരു പരീക്ഷണം മാത്രമാണ്. പരീക്ഷയിൽ നിന്ന് പഠിച്ചാൽ അടുത്ത ലെവൽ തുറക്കും. സമ്പത്ത് നിലനിർത്തൽ സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രധാനമാണ്. ബുദ്ധിയോടെ കൈകാര്യം ചെയ്താൽ പണം നിൽക്കും. സമ്പത്തൊരു ജാത്രയാണ്, തുടർച്ചയായ ജാത്ര. പണം നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം അളക്കും. ഉത്തരവാദിത്തം കൂടുന്തോറും വരുമാനവും കൂടും. ഒഴിവാക്കൽ മനോഭാവം സമ്പത്ത് തടയും. നേർക്കുനേരെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രശ്നപരിഹാരകരാണ് സമ്പന്നർ. പണം തീരുമാനങ്ങളുടെ ഗുണനിലവാരമാണ്. ചെറിയ തീരുമാനങ്ങൾ പോലും കണക്കിലെടുക്കുക. വൈകാരിക തീരുമാനങ്ങൾ നഷ്ടം വരുത്തും. ശാന്തമായ ചിന്ത ലാഭം നൽകും. ബുദ്ധിയുള്ള തീരുമാനങ്ങൾ സമ്പത്ത് വളർത്തും. പണം ഫോക്കസിനെ ലോഭിക്കുന്നു. ശ്രദ്ധ ചിതറിയാൽ വരുമാനം ചിതറും. ഒരു സമയം ഒരു ലക്ഷ്യം മതിയാകും. ഫോക്കസ് ശക്തിയാകുമ്പോൾ ഫലം വലുതാകും. അമിത ചിന്ത പ്രവർത്തനം തടയും. പണം പ്രവർത്തനത്തിലൂടെയാണ് വരുന്നത്. ചിന്ത മാത്രം മതിയാവില്ല. ചെറിയ പ്രവർത്തനം പോലും വിലപ്പെട്ടതാണ്. പ്രവർത്തനം നിർത്തിയാൽ ഒഴുക്ക് നിൽക്കും. തുടർച്ചയായ പ്രവർത്തനം സമ്പത്ത് സൃഷ്ടിക്കും. പണം വിശ്വാസബന്ധങ്ങൾ തേടും. നിങ്ങളുടെ പേര് തന്നെ ഒരു ആസ്തിയാണ്. നല്ല പേര് വലിയ മൂല്യം സൃഷ്ടിക്കും. ഒരു തെറ്റായ പ്രവൃത്തി വർഷങ്ങളുടെ വിശ്വാസം നശിപ്പിക്കും. വിശ്വാസം പുനർനിർമ്മിക്കാൻ സമയം വേണം. പണം ദൂരദർശിത്വത്തെ ആദരിക്കും. ഇന്നത്തെ സുഖം നാളെയുടെ നഷ്ടമാകരുത്. ദീർഘകാല ചിന്ത സമ്പത്ത് സംരക്ഷിക്കും. ക്ഷണിക ലാഭം ദീർഘകാല നഷ്ടം വരുത്താം. ദൂരദർശിത്വം ധനശക്തിയാണ്. പണം പഠിപ്പിക്കുന്ന ഓരോ പാഠവും സൗജന്യമല്ല. ചില പാഠങ്ങൾ നഷ്ടത്തിലൂടെയാണ് വരുന്നത്. നഷ്ടം പാഠമാക്കിയാൽ ലാഭമാകും. അതേ പിഴവ് ആവർത്തിച്ചാൽ ദാരിദ്ര്യമുറപ്പ്. പാഠം പഠിക്കുന്നവർ മുന്നേറും. പണം സ്വയം ബഹുമാനത്തെ പ്രതിഫലിപ്പിക്കും. സ്വയം ബഹുമാനിക്കുന്നവർ വില കുറച്ചില്ല. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. സമയം വിൽക്കുമ്പോൾ വില ചോദിക്കാൻ പഠിക്കുക. സ്വയം വില കുറച്ചാൽ ലോകവും കുറയ്ക്കും. പണം ജീവിതശൈലിയെ പ്രതിഫലിപ്പിക്കും. അലസമായ ജീവിതം അലസമായ വരുമാനം സൃഷ്ടിക്കും. ക്രമബദ്ധമായ ജീവിതം സ്ഥിരവരുമാനം നൽകും. ജീവിതശൈലി മാറ്റിയാൽ വരുമാനവും മാറും. നല്ല ശൈലി സമ്പത്ത് കാക്കും. പണം നിങ്ങളെ പരീക്ഷിച്ചു വിശ്വസിക്കും. പരീക്ഷ പാസായാൽ അടുത്ത അവസരം വരും. ഒരിക്കൽ വിശ്വാസം കിട്ടിയാൽ ഒഴുക്ക് വേഗം കൂടും. പണം നിലനിർത്താൻ ബുദ്ധി വേണം. സമ്പത്ത് സൃഷ്ടിക്കൽ ഒരു ശീലമല്ല, ഭാഗ്യമാണ്.